ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം അടുത്തെത്തി. നിങ്ങളുടെ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെയായി? എന്റെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോ കായ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാനും അമ്മയും കൂടിയിട്ടുള്ള സംസാരം കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്ക്. ഓണത്തിന് കായ വറുക്കുന്നത് അല്ലെങ്കിൽ കായ ഉപ്പേരി എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. കായ വറുക്കാൻ അല്ലെങ്കിൽ കായ ഉപ്പേരിക്ക് എടുക്കുന്ന കായ നല്ല മൂത്ത കായ ആയിരിക്കണം. അപ്പോൾ ആ കായ എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും നമ്മൾ ചെത്തി കളയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തൊരു വര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ള ബലം മുഴുവൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അതിൻ്റെ തൊലി പൊളിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ തൊലി പൊളിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എനിക്ക് മോന് കൊടുത്തു വിടുകയും വേണം. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 4 കിലോളം കായ ഞാൻ എടുത്തിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ തൊലി പിന്നെ കറിയൊക്കെ വെക്കാം കേട്ടോ. പയറും കായത്തൊലിയൊക്കെ ആയിട്ട് കറി വയ്ക്കാം. അപ്പോൾ അതാ ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഇത് വെള്ളത്തിലേക്കാണ് ഞാൻ ഇടുന്നത് കേട്ടോ. മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിടാം. നമ്മളിങ്ങനെ വീട്ടിൽ കായ വറുത്തൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറിയാവും. അതൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും ഇഷ്ടമില്ല എന്നുള്ളവർ പുറത്തുനിന്ന് പാക്കറ്റ് മേടിച്ച് കഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് ബുദ്ധിമുട്ടാനും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്തി ഒന്നും ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള എണ്ണയിലൊക്കെ വറുത്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക, അല്ലാത്തവർ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുക. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. കായത്തൊലി നാട്ടിലാണെങ്കിലേ നടക്കുള്ളൂ. കായയുടെയൊക്കെ കറ ഉണ്ട് കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇരുമ്പമ്പുളി അല്ലെങ്കിൽ ഇലുമ്പമ്പുളി എന്ന് പറയുന്ന ആ പുളി ഇട്ടിട്ട് കൈ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ, കയ്യിലൊക്കെ ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഇടയിലത്തെയും അതുപോലെ കയ്യിലത്തെ എല്ലാം കറ പോയി കിട്ടും കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാംഗ്ലൂർ ആകുമ്പോൾ ഇരുമ്പമ്പുളിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടുന്ന സമയങ്ങളുണ്ട്, കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട്. ഇനിയിപ്പോൾ ഇതോ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കായ എല്ലാം തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരാം. വാഷ് ചെയ്തിട്ട് നിറയെ വെള്ളം ഒഴിച്ച് കൊണ്ടുവരാം കേട്ടോ. കായ നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കായ മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഇച്ചിരി കളറ് കുറവാണ്. വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളാവുമ്പോൾ ഇച്ചിരി കളറ് കുറയും. പുറത്തുനിന്നാവുമ്പോൾ അവർ വേറെ കളറുകളൊക്കെ ചേർക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലേ കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കായൊക്കെ 5 മിനിറ്റിൽ അധികമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. നന്നായിട്ട് നല്ല തുണി, വൃത്തിയുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നന്നായിട്ട് അമർത്തി തുടയ്ക്കണം. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ ഫുള്ള് പോയി കിട്ടും. 4 കിലോ കായ എന്ന് പറയുമ്പോൾ ഒരു 5-6 പ്രാവശ്യം നമുക്ക് വറുക്കാനുണ്ടാവും. നമ്മൾ വീട്ടാവശ്യത്തിനല്ലേ വറുക്കുന്നത്, അപ്പോൾ ചെറിയ പാത്രത്തിലാണ് വറുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒറ്റ പ്രാവശ്യം വറുക്കാനുള്ളത് മാത്രമേ ഞാൻ ഒരേ സമയം തുടച്ചെടുക്കുന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കറുത്തു പോവും. ഇപ്പുറത്ത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നുണ്ട്. അത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, ഉപ്പ് പൊടിയല്ല ഇടുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ഇടുന്നത്. ഡയറക്റ്റ് എണ്ണയിലേക്ക് അരിഞ്ഞിടുക ചെയ്യുന്നത്. നമ്മൾ ഓയിലിലേക്ക് ഇത് അരിഞ്ഞിടുമ്പോൾ നമ്മുടെ മേലേക്ക് ഓയിൽ തെറിക്കാനും അതുപോലെ ഓയിലിൽ നിന്ന് ആവി വന്നിട്ട് കൈമേക്ക് ചൂടടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പരിചയക്കുറവുള്ളവർ കത്തി വെച്ച് സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ട് എടുത്തിടുന്നതാണ് നല്ലത്. കത്തി വെച്ച് അരിഞ്ഞിടുമ്പോൾ ഒരേ മെഷർമെൻറ്റിൽ കിട്ടില്ല എന്നുള്ളത് മാത്രമേ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സേഫ് കത്തി വെച്ച് അരിഞ്ഞിടുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കനച്ചു പോവും. അതുകൊണ്ട് ഓയിൽ ആണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇത് അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇളക്കി കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഉപ്പിടാം കേട്ടോ. ഉപ്പിടുമ്പോൾ നമ്മൾ ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്.
ഉപ്പുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേലേക്ക് തെറിക്കാണ്ട് ശ്രദ്ധിച്ചൊഴിക്കണം. സൗണ്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ഒഴിക്കുകയാണ്. ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ തളയൊന്ന് നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കും. നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചാൽ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ ഈവനായിട്ട് എല്ലാത്തിലും ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. ഇതിനി കോരി മാറ്റാം. തളയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി മാറ്റട്ടെ. ഈ ഒരു കളറിൽ ഇതിലും കുറച്ചും കൂടി നേരത്തെ ശരിക്കും പറഞ്ഞാൽ എടുക്കണം. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി കളറ് മാറും കേട്ടോ. സാധാരണ ഓണത്തിന് ആരൊക്കെ വീട്ടിൽ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്? അതോ കടയിൽ നിന്ന് മേടിക്കുകയാണോ ചെയ്യാറ്? ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ വറുക്കാനിട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വറുത്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വറുത്തത് വളരെ തിന്നായിപ്പോയി. തിന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ തിന്ന് പോകുന്നത് അറിയില്ല. വളരെ തിന്നായിട്ടാണ് അത് വറുത്തെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കാലിയാവും. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടിയും കട്ടി കൂട്ടിയിട്ടാണ്, സാധാരണ ചിപ്സ് ഇച്ചിരി കൂടിയും കട്ടി ഉണ്ടാവില്ലേ, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടിയും കട്ടി കൂട്ടിയിട്ടാണ് നെക്സ്റ്റ് വറുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ സാധാരണ സദ്യക്ക് വിളമ്പുന്ന രീതിയിൽ 4ആയിട്ട് വറുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കായ നീളത്തിൽ 4ആയിട്ട് മുറിച്ചതിന് ശേഷം പിന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അത്യാവശ്യം കനത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. കത്തി വെച്ച് അരിഞ്ഞെടുക്കുക ചെയ്യണേ. സ്ലൈസറിൽ നമുക്കത് പറ്റില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കനം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ. ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ടേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്മച്ചി കൂടിയുണ്ട്. അപ്പോൾ ഞാനും അമ്മച്ചിയായിട്ടുള്ള സംസാരം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അമ്മച്ചിക്ക് നന്നായിട്ട് ഓർമ്മക്കുറവുണ്ട്. ആളുടെ കുട്ടിക്കാലങ്ങളാണ് കൂടുതൽ ഓർമ്മയുള്ളത്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വറവുകളുണ്ടാക്കിയിരിക്കും, എനിക്കറിയില്ല. ഇപ്പം എനിക്ക് കായ കിട്ടിയപ്പോൾ ഞാൻ ചെയ്യണം. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എപ്പോഴും അങ്ങനെ കായും കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് പറ്റിയ സമയത്ത് ഒഴിവുള്ള സമയവും പിന്നെ ഈ ഓണത്തിന് ഇതൊക്കെ വേണമെന്നുള്ള നിർബന്ധമുണ്ട് ഇല്ലേ? അത് ഓരോരുത്തരുടെ അതല്ലേ, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ പറയണായിട്ടുണ്ട്. ഓണത്തിന് കായ വറുക്കണം, വട്ടം വറുക്കണം, ചതരം വറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇളക്കണം. അതെ, വറുക്കലും ഇളക്കലും പിന്നെ അരിയലും ഒക്കെ കഴിയും. പിന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇല്ലല്ലേ? ഓരോ ഭാഗം ഇങ്ങനെ ഇപ്പൊ മൊരിഞ്ഞ് വരുമ്പോഴും മറ്റേ മറിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? ഇത് നമ്മള് ഇതിനരിഞ്ഞതിന്റെ ബാക്കിയാണ്. അതെന്താ? അതരി നമ്മള് ഇങ്ങനെ എടുക്കും. കായങ്ങോട്ടത് വേണം. ഞങ്ങളുടെ വീട്ടില് ഇങ്ങനത്തെ അതൊക്കെ വറുക്കാനായിട്ട് ഒരാള് വരും. ആള് ഇപ്പൊ മരിച്ചുട്ടാ. ഈ പ്രാവശ്യമായപ്പോ കേട്ടു ഞാൻ മരിച്ചു കേട്ടു. അയാള് കൊടുക്ക ഈ കാട്ടണ്ടല്ലേ? കുട്ടികളാവുമ്പോ ഇതിന്റെ കടക്കിന്ന് പോവില്ല അവര്. അല്ല ഞാൻ പറയുന്നേ, തിന്ന് വരുമ്പോ രുചി കൂടണേ. അവന് വേറെ കൊടുക്ക്. ഞങ്ങള് അപ്പാപ്പൻ എന്തൊട്ടെന്ന ഒരാഴ്ച മുമ്പ് ഇതൊക്കെ വറുത്ത് വെപ്പിക്കും. അതിന് മാത്രം വറുക്കുകയും ചെയ്യും. ഒരാഴ്ച മുന്നൊക്കെ വറുത്ത് കഴിഞ്ഞാ
ആ ഓണത്തിന് തിന്നാണ്ടാവോ? ഓണത്തിനൊക്കെ ഉണ്ടാവും. ഓണത്തിന് എന്തൊരു ചെയ്യാന്ന ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പാപ്പൻ കിടക്കണ മുറിയുടെ അവിടെ ഒരു അറയുണ്ട്. ആ അറയില കൊണ്ടുവന്ന് വെക്കും. അതൊന്നും ആരും അറിയൂല. അപ്പൊ അമ്മച്ചി എങ്ങനെ അറിഞ്ഞേ? അത് പിന്നീടാണ് അറിയണത്. നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ വറക്കാനൊരു അരിയുണ്ടല്ല. നിനക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് തന്നെ പ്രാക്ടീസ് വരും. അല്ലാണ്ട് ഇപ്പൊ നമ്മള് ജനിക്കുമ്പോഴൊക്കെ അറിഞ്ഞിട്ട് അല്ല, എനിക്കൊന്നും അറിയില്ല. നമ്മള് ചെയ്ത് കണ്ടിട്ട് അത് കരിഞ്ഞൊക്കെ പോവും. ചിലപ്പോ വേവാണ്ട് ഇങ്ങനെ സ്പോഞ്ച് പോലെ കൊടുക്കും. അതൊക്കെ ഉണ്ടാവും. പിന്നത്തെ പ്രാവശ്യം അപ്പൊ അത് നോക്കി പിന്നത്തെ ഓർക്കും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. പഴം ഇങ്ങനെ ഒരു അതിങ്ങനെ പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുപ്പായില്ല. തോല് ഒരു പച്ചയിന്ന് വിട്ടിട്ടുണ്ട് അങ്ങനത്തെ പഴം. അപ്പൊ അത് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും. വേണ്ട, ഇതിനൊക്കെ കളർ ചേഞ്ച് വന്നേണ്ട. അത് ഈ പഴം മഴ തന്നെ. എന്റെ അമ്മച്ചി അത് ഒരു പ്രാവശ്യം കൊടുത്തു. ഞാൻ എന്തോരം എല്ലാ അസുഖവും വരും ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാ. അമ്മച്ചിയുടെ മോന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എവിടെ നോക്കണു? ആരൊക്കെ പോയി. നേരത്തെ വന്നപ്പോ ഞാൻ കൊടുത്തു. അമ്മച്ചിയുടെ മോന് കൊടുക്കാണ്ട് ഞാൻ ആർക്കും വ്യൂസ് അങ്ങനെ വരുന്നില്ല എന്നുണ്ട് അല്ലേ? ഇപ്പൊ തന്നെ വ്യൂസ് കൊടുത്തു. വ്യൂസ് വന്നു. അതെ, എനിക്കിപ്പോ ഓർമ്മയില്ലത്. അപ്പോഴേക്കും അത് മറന്നുപോയി. അതെങ്ങനെ ശരിയാവണം? ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് അലഹബാദിലല്ലായിരുന്നേ. അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പയും മമ്മിയും വറുത്ത് തരും. അന്ന് അവിടെ മറ്റേ നേന്ത്രക്കൊലയൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ? അപ്പൊ അത് വെട്ടി വെച്ച് അപ്പൊ അങ്ങനെ കണ്ട് പഠിച്ചാണ്. പപ്പ അരിയുണ്ട് കാണാൻ. അതിന്റെ ഇടയിൽ കൂടെ കൈയെടുക്കല്ലേ? അത് വീണത് വീഴട്ടെ. തീയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരെണ്ണം കൂടി പോകട്ടെ. പിന്നെ എടുക്കാതെ എനിക്ക് നല്ല പ്രാക്ടീസ് ആയിണ്ട്. ഇത് പഴ അതിനെ കയ്യിൽ കൊടുത്തു. അന്ന് അവിടെ പപ്പയും മമ്മിയും ഇത് അരിയേയും വറക്കൊക്കെ ചെയ്യുമ്പോ ചെന്നൊന്നും കാണൂല. അങ്ങനെ കണ്ട് ആദ്യമൊന്നും ഞാൻ ഉണ്ടാവാറില്ല ചെയ്യുമ്പോ. പിന്നെ ഞാനടക്കം പോണ സമയത്തൊക്കെ മമ്മിയും മമ്മിയൊക്കെ ഇങ്ങനെ അരിയണ കാണുമ്പോ പപ്പയാണ് കൂടുതൽ. അത് രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് ഒന്നിച്ച് പിടിച്ചു തരും. അങ്ങനെ കണ്ട് പഠിച്ചേക്കണതാ. പഠിക്കും വീണുണ്ട്. ആ കയ്യുമ്പോ തീ പാലില്ല. മാറ്റി ഞാൻ എടുത്തോളാം. കറികള് വെച്ചിട്ട് അത് ചൂടാറി ഓണത്തിന് വെക്കും. എത്ര ദിവസം മുന്നേ? അത് ഒരാഴ്ച മുമ്പ്. ഒരാഴ്ച മുന്നേ കറികൾ ഉണ്ടാക്കും. എന്നിട്ട് അത് പുത്തൻകാലത്തില് അമ്മാമ്മ അത് പകുതിയല്ല, അന്നത്തെ ആവശ്യത്തിനൊക്കെ വിളമ്പാനേ ഉള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഈ കലത്തിലാക്കിയിട്ട് കൊണ്ടുവന്ന് അറയിൽ കൊണ്ടുവന്ന് വെക്കും. ഇല്ല, ആ തണുത്തട്ടല്ലേ കൊണ്ടുവന്ന് വെക്കണേ, ആവിയൊക്കെ പോയിട്ട്. അത് കേടാവില്ല. ഓണത്തിന്റെ അന്നൊക്കെ നല്ല രുചിയായിട്ടാ വരിക. അപ്പൊ എല്ലാ കൊല്ലവും പുത്തൻകാലം മേടിക്കുവോ? ഓരോ കൊല്ലം അതൊന്നും നമ്മള് അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടാവും കേട്ടോ. ഇത് തന്നെ എത്ര നേരം കിടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തുമ്പോൾ പറയുന്ന വിശേഷങ്ങളാണ്. ഇത് തന്നെ ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യം പറയും. അങ്ങനെയാണ് ആളുടെ കാര്യങ്ങൾ. അതിനിടയിൽ നമ്മൾ 4ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും കൂടിയും എടുത്ത് വറുക്കുകയാണ്. അത് ഒറ്റ ട്രിപ്പ് വറുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യത്തെ ആ ഒരു ചൂട് കഴിയുമ്പോൾ ഒന്ന് സിമ്മിലിടുന്നതാണ് നല്ലത്. നമ്മളിത് അരിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, ഇച്ചിരി കനം കൂടുതലുണ്ട്. അപ്പോൾ ശരിക്കും അത് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം നമ്മൾ ഹൈയിലിടുന്നതാണ് നല്ലത്. ഇതിനിടയിൽ എൻ്റെ കൈ പൊള്ളി. അപ്പോൾ മരുന്ന് പറ്റാൻ എൻ്റെ ഇടയിൽ ഓടിപ്പോയതാണ്.
നമ്മൾ കായ എടുത്തിടുന്ന സമയത്ത് വെളിച്ചെണ്ണ തെറിക്കുക ചെയ്തത്. വെളിച്ചെണ്ണയല്ല, ഓയിൽ തെറിക്കുക ചെയ്തത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കായ വറുത്തപ്പോൾ അതിൽ 2-3 എണ്ണം ഒരല്പം പഴുപ്പായിട്ടുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ എത്ര പേര് ഓണത്തിനും വിഷുവിനൊക്കെ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്? അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് എല്ലാ കൊല്ലമൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. കിട്ടുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ഞാൻ UP നിന്നിരുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മേടിക്കാനും കിട്ടാറില്ല. 1-2 കറികളിൽ ഓണം നമ്മൾ അവസാനിപ്പിക്കാറാണ് പതിവ്. ഓണമായാലും വിഷു ആയാലും നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല നമ്മുടെ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും കായ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുമുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ലൈക്ക് തന്നിട്ട് പോണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ വീഡിയോയിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങൾ ഇല്ലാതെ അടുത്ത വീഡിയോ നല്ലതായിട്ട് ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ഇതാ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, നമ്മുടെ വറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ കായ വറുത്തത് അത് ഫുള്ള് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4 നമ്മൾ വറുത്തത് സദ്യക്ക് വിളമ്പാനായിട്ട്. ഇതിന് 4 ഉപ്പേരി അങ്ങനെ എന്തോ പറയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്.